എറണാകുളം വൈറ്റില ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ചെങ്കിലും എത്രമാത്രം ഫലപ്രദമാകും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും ചേർന്നാരംഭിച്ച യുണൈറ്റഡ് വൈറ്റില ഫോറം എന്ന സംഘടന ബദൽ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിഗ്നൽ ഇല്ലാതെ ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. പലവട്ടം ആ വഴി പോയ 24 കൊച്ചി ബ്യൂറോ വൈറ്റിലയിലാണുള്ളത്. പലവട്ടം അതുവഴി പോയി ഗതാഗതക്കുരുക്കിൽപ്പെട്ട ലിഡിയ ജേക്കബ് താൻ തന്നെ കണ്ട ഈ വൈറ്റിലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കുരുക്കഴിയാത്ത വൈറ്റില. 7 റോഡുകൾ ചേരുന്ന കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നാണ്. അശാസ്ത്രീയമായ മേൽപ്പാലവും ട്രാഫിക് ഐലൻഡുകളും സിഗ്നലുകളും യാത്രക്കാരെ വലയ്ക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കുരുക്കഴിക്കാൻ സർക്കാർ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും അത് മതിയാവില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. $1.5 കോടി മുടക്കിയാണ് PWD നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ട്രാഫിക് സിഗ്നലുകൾ ഉൾപ്പെടുത്തിയുള്ള സർക്കാരിന്റെ പുതിയ നവീകരണ പദ്ധതിക്കെതിരെയല്ല, മറിച്ച് കൂടുതൽ ഫലപ്രദമായ മറ്റൊരു മാർഗം സ്വീകരിക്കണമെന്നാണ് യുണൈറ്റഡ് വൈറ്റില ഫോറത്തിന്റെ ആവശ്യം. പുതിയ ഫ്ലൈ ഓവറുകളോ നിർമ്മാണങ്ങളോ ഇല്ലാതെ തന്നെ ശാസ്ത്രീയമായി സിഗ്നൽ ഫ്രീ സംവിധാനം നടപ്പാക്കാനാകുമെന്നാണ് അവകാശവാദം. അപ്പോൾ ഇതിന്റെ റൂട്ട് കോസ് ഞങ്ങളൊന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഈസ്റ്റും വെസ്റ്റും ഡയറക്ഷനിലേക്കാണ് 80% വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അരൂരിൽ നിന്ന് വരുന്ന 20% വാഹനങ്ങളെ കടത്തിവിടാനായിട്ട് ഉപയോഗപ്പെടുത്തിയ സിഗ്നലിംഗ് സംവിധാനമാണ് ഈ ദുരന്തത്തിന് മുഴുവൻ കാരണം. അതുകൊണ്ട് അതൊന്ന് റീസ്ട്രക്ചർ ചെയ്യാനാണ് ഞങ്ങളുടെ നിർദ്ദേശം. വൈറ്റില ജംഗ്ഷനിൽ എത്തുന്ന വാഹനങ്ങളിൽ 80%വും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോഴുള്ള സിഗ്നൽ സംവിധാനത്തിന്റെ പോരായ്മ മൂലം ബാക്കിയുള്ള 20% വാഹനങ്ങൾക്ക് വഴി നൽകാനായി 80% വാഹനങ്ങളും പ്രധാന സിഗ്നലുകളിൽ നിർത്തിയിടേണ്ടി വരുന്നതാണ് കുരുക്കിന് കാരണമെന്നാണ് സംഘടന ആരോപിക്കുന്നത്. ചില റോഡുകൾ വൺ വേ ആക്കുക, ഫ്രീ ലെഫ്റ്റ് സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക, കൂടുതൽ യു ടേണുകൾ അനുവദിക്കുക, ചില റോഡുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നതൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഇന്നിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഫയർ, ആംബുലൻസുകൾക്ക് പോകാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇതെല്ലാം ബ്ലോക്കിൽ പെടുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ഇവിടെ 4 പോയിന്റിലായിട്ട് 4 ഓപ്പറേറ്റിംഗ് സിഗ്നൽ, മാനുവലി ഓപ്പറേറ്റഡ് ആൻഡ് ഫിസിക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന 2 സിഗ്നൽ സിസ്റ്റം കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആയാൽ കൺട്രോൾ ടവറിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ ഒരു എമർജൻസി സിഗ്നൽ കൊടുത്താൽ ഈ 4 സിഗ്നലും ഓണാവും. അപ്പോൾ അങ്ങനെ ഓണായി കഴിഞ്ഞാൽ ഈ സെൻട്രൽ മീഡിയൻ എംറ്റി ആവുകയും ഏത് സ്ഥലത്തു നിന്ന് വരുന്നതിനും വാഹനങ്ങളെ കടത്തിവിടാനും എമർജൻസി വാഹനങ്ങളെ കടത്തിവിടാനുള്ള സംവിധാനം കിട്ടും. നിർദ്ദേശങ്ങൾ കളക്ടർക്കും കോർപ്പറേഷനിലും സംഘടന സമർപ്പിച്ചിട്ടുണ്ട്. ആശയം പരീക്ഷിക്കാനുള്ള സാധ്യത പരിശോധിക്കും. അതേസമയം നിലവിലെ നവീകരണ പദ്ധതി ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. വൈറ്റില ജംഗ്ഷന്റെ കുരുക്കഴിക്കാൻ കാലങ്ങളായി ശ്രമം നടക്കുന്നു. പലയിടങ്ങളിൽ നിന്നും പല നിർദ്ദേശങ്ങളും വന്നു. പക്ഷെ ഒന്നും പ്രായോഗിക തലത്തിലെത്തുന്നില്ല. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.